മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ? ലോകത്ത് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്നാണിത്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും നിലവിലുണ്ട്. ശരീരത്തിൽ ഹൃദയമിടിപ്പും ശ്വസനവും തലച്ചോറിന്റെ പ്രവർത്തനവും ഒരുമിച്ച് നിലയ്ക്കുമ്പോൾ മരണം സംഭവിച്ചുവെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. ആളുകൾ മരിച്ചു ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവങ്ങളുമുണ്ട്. ചില ഗവേഷകർ ഇതിനെ രാസപ്രവർത്തനവുമായി ബന്ധിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറ്റുള്ളവർ അതിനെ ഭൗതിക ശരീരത്തിനുമപ്പുറം ബോധം നിലനിൽക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. മരിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകൾ പ്രകാശമുള്ള തുരങ്കങ്ങളോ വെളിച്ചമോ കാണുന്നതായി അനുഭവം പങ്കുവെക്കാറുണ്ട്. മാത്രമല്ല, മരിച്ചുപോയ ബന്ധുക്കളെ കണ്ടു സമാധാനം തോന്നിയെന്നൊക്കെയും ഇവർ പറയാറുണ്ട്. എന്നാൽ ഇത് പലപ്പോഴും തോന്നലാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. മാരക അസുഖബാധിതരായ നിരവധി രോഗികളെ താൻ ചികിത്സിച്ചിട്ടുണ്ട്. ഇത്തരം നൂറുകണക്കിന് കഥകൾ താൻ കേൾക്കാറുണ്ട്. അങ്ങനെയാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് റിസർച്ച് സെന്റർ സ്ഥാപിക്കുന്നതെന്നും ഒരു ഡോക്ടർ പറയുന്നുണ്ട്. ഒരു നിശ്ചിത സമയത്തേക്ക് അവർ മരിച്ചു പോയതുപോലെ തോന്നും. ചുറ്റും നടക്കുന്ന സംഭാഷണങ്ങൾ അവർക്ക് കേൾക്കാം. പിരിമുറുക്കങ്ങൾ, ഡോക്ടർമാരും നഴ്സുമാരും അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് കേൾക്കുക തുടങ്ങി നിരവധി കാര്യങ്ങൾ അവർക്ക് അനുഭവപ്പെടും. മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കണ്ടുമുട്ടുന്നതായും പലപ്പോഴും കൂടുതൽ ചെറുപ്പമോ ആരോഗ്യമുള്ളതോ ആയ രൂപത്തിൽ പ്രകാശത്തിന്റെ തിളക്കമുള്ള തുരങ്കത്തിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ അവർക്ക് നിരുപാധികമായ സ്നേഹവും സമാധാനവും അനുഭവപ്പെടുന്നതായിട്ടുമൊക്കെ ആളുകൾ വിവരിച്ചിട്ടുമുണ്ട്. അതേസമയം 2300 ആകുമ്പോഴേക്കും ലോക ജനസംഖ്യ 10 കോടിയായി ചുരുങ്ങുമെന്നാണ് പ്രവചനം. നിലവിലുള്ള 800 കോടി ജനസംഖ്യയിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വ്യാപനം മൂലമാണ് ഭാവിയിൽ ഇത് സംഭവിക്കാൻ പോകുന്നതെന്നും അമേരിക്ക ആസ്ഥാനമായുള്ള സാങ്കേതിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒക്ലഹോമ സർവകലാശാലയിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിക്കുന്ന സുഭാഷ് കാക്കാണ് ആശങ്കപ്പെടുത്തുന്ന പ്രവചനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ജനസംഖ്യാ തകർച്ച ടെർമിനേറ്റർ ശൈലിയിലുള്ള ന്യൂക്ലിയർ ഹോളോകോസ്റ്റ് മൂലം മാത്രമായിരിക്കില്ല, മറിച്ച് ജോലികൾ വെട്ടിക്കുറയ്ക്കുന്ന AI വഴി ഭാവിയിൽ സംഭവിക്കാമെന്നാണ് സുഭാഷ് കാക്കിന്റെ അവകാശവാദം. ഇത് സമൂഹത്തിനും ലോക സമൂഹത്തിനും വിനാശകരമായിരിക്കും. ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഒരു സൂചനയുമില്ലെന്ന് താൻ കരുതുന്നു. കമ്പ്യൂട്ടറുകളോ റോബോട്ടുകളോ ഒരിക്കലും ബോധമുള്ളവരായിരിക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതെല്ലാം അവർ അക്ഷരാർത്ഥത്തിൽ ചെയ്യും. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൃത്രിമ ബുദ്ധിയുടെ യുഗം എന്ന കൃതിയുടെ രചയിതാവാണ് സുഭാഷ്. AI സർവ്വവ്യാപി ആകുന്നതോടെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. വരുമാനം ഇല്ലാതെയാകുന്നതോടെ കുട്ടികളെ ജനിപ്പിക്കാൻ ആളുകൾ മടിക്കും. ജനന നിരക്ക് കുറയുന്നതിന് ഇത് കാരണമാകും. കുഞ്ഞുങ്ങൾ ജനിക്കാതെ വരുന്നതോടെ ആഗോള ജനസംഖ്യ വലിയ ദുരന്തത്തിന് സാക്ഷിയാകേണ്ടി വരും. ഇതിന്റെ ഫലമായി 2300-ലോ 2380-ലോ ഭൂമിയിലെ ജനസംഖ്യ കുത്തനെ കുറഞ്ഞ് 10 കോടിയായി ചുരുങ്ങും. ലോക ജനസംഖ്യയിൽ ഉണ്ടാവാൻ പോകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ജനസംഖ്യാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും സുഭാഷ് കാക്ക് പറയുന്നുണ്ട്. സമീപകാലത്ത് യൂറോപ്പ്, ചൈന, ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ ജനസംഖ്യാ കുറവ് പ്രകടമാണ്. ഇത് ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചാണ് തന്റെ വാദത്തെ സുഭാഷ് കാക്ക് ന്യായീകരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ജോലികൾ ഇല്ലാതാക്കുമെന്ന കാക്കിന്റെ വാദത്തിന് സമാനമായ മുന്നറിയിപ്പ് ആന്ത്രോപിക് CEO ഡാരിയോ അമോഡിയും നൽകിയിട്ടുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 50% എൻട്രി ലെവൽ വൈറ്റ് കോളർ ജോലികൾ AIക്ക് ഇല്ലാതാക്കാൻ കഴിയുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. ലോകമെമ്പാടുമുള്ള സർക്കാരുകൾ ഈ ഭീഷണിയെ നിസ്സാരമായി കാണുകയാണ്. ഇത് സംഭവിക്കാൻ പോകുകയാണെന്ന് ഭൂരിഭാഗത്തിനും അറിയില്ല. ഇത് ഭ്രാന്താണെന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. അതിനാൽ ആളുകൾ അത് വിശ്വസിക്കരുതെന്ന് ഡാരിയോ അമോഡി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം, മനുഷ്യന്റെ കാലാവസ്ഥാ പ്രതികൂല പ്രവർത്തനങ്ങളും വൻതോതിലുള്ള മലിനീകരണവും മൂലം സമുദ്രങ്ങളിൽ ചൂട് കൂടുകയാണ്. സമുദ്രം ചൂട് സംഭരിക്കുക മാത്രമല്ല, 1980-കൾ മുതൽ മനുഷ്യർ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ 20 മുതൽ 30% വരെ അത് ഏറ്റെടുത്തിട്ടുണ്ട്. ആഗോള പരിസ്ഥിതിക്ക് വിഘാതമാകുന്ന തരത്തിലുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ മൂലം സമുദ്രങ്ങളും ചൂട് പിടിക്കുന്ന അവസ്ഥയാണ്. സമുദ്രങ്ങളിലെ ഉയർന്ന ചൂട് പല ജീവിവർഗങ്ങൾക്കും വിനാശകരമായിരിക്കും. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് മൂലമുണ്ടാകുന്ന താപനത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങൾ ആഗിരണം ചെയ്തെടുക്കുകയാണെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ചൂട് കനത്തതോടെ സമുദ്രജീവികളുടെ നഷ്ടം, സമുദ്രനിരപ്പ് ഉയരൽ, ഓക്സിജന്റെ അളവ് കുറയൽ, അധിക കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആഗിരണം മൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ എന്നിവ സമുദ്രത്തിന്റെ മാത്രമല്ല ഭൂമിയെ മുഴുവനായും അപകടത്തിലാക്കുന്ന കാര്യമാണ്. ഹരിതഗ്രഹവാതകങ്ങൾ അന്തരീക്ഷത്തിൽ കുടുങ്ങിക്കിടക്കുന്ന അധിക താപത്തിന്റെ 90%-ലധികവും ആഗിരണം ചെയ്യുന്നതിലൂടെ സമുദ്രങ്ങൾ കൂടുതൽ വേഗത്തിൽ ചൂടാകുകയാണ് ചെയ്യുന്നത്.
1993 മുതൽ സമുദ്ര താപനത്തിന്റെ തോത് വർദ്ധിച്ചതായി UN-ന്റെ IPCC കാലാവസ്ഥാ വിദഗ്ധ പാനലും വ്യക്തമാക്കുന്നുണ്ട്. 2023-ലും 2024-ലും സമുദ്രോപരിതലത്തിലെ ശരാശരി താപനില പുതിയ റെക്കോർഡുകളിലെത്തിയിട്ടുണ്ട്. 2025-ന്റെ തുടക്കത്തിൽ ഒരു ഇടവേള ലഭിച്ചെങ്കിലും താപനില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിൽ തുടരുന്നുവെന്നാണ് യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയുടെ ഡാറ്റയും വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മെഡിറ്ററേനിയൻ പുതിയ താപനില റെക്കോർഡ് സൃഷ്ടിച്ചു. വടക്കൻ അറ്റ്ലാന്റിക്, ആർട്ടിക് സമുദ്രങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെട്ട നദീതടങ്ങൾ ഒന്നാണിതെന്ന് ഫ്രാൻസിലെ CEMS ഗവേഷണ കേന്ദ്രത്തിലെ വിദഗ്ധരും പറയുന്നുണ്ട്.